ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗോ അല്ലെങ്കിൽ മറ്റു വിശേഷങ്ങളോ ഒന്നുമല്ല. നമ്മൾ ഇന്ന് രണ്ട് സന്തോഷമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ആദ്യത്തെ കാര്യം, നമ്മൾ യൂട്യൂബ് മണി കൊണ്ട് ഒരു വലിയ പർച്ചേസ് നടത്തുകയാണ്. നമ്മൾ യൂട്യൂബ് തുടങ്ങി ഇതുവരെ നമ്മൾ യൂട്യൂബിനായിട്ടൊന്നും വലിയ പർച്ചേസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അത് എന്താണ് എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് നമ്മുടെ ഒരു കസിൻ ബ്രദറിൻ്റെ ഒരു പുതിയ ഷോപ്പ് ഇനാഗ്രേറ്റ് ചെയ്തേക്കാണ്, ഡീ ഫ്രഷ് എന്ന് പറഞ്ഞ് കോതമംഗലത്ത്. അപ്പോൾ നമ്മൾ എറണാകുളത്തിന് പോകുന്ന വഴിക്ക് അവിടെയാണ് കയറി അവിടുത്തെ വിശേഷങ്ങളാണ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ എറണാകുളത്ത് നിന്ന് എന്താണ് ഇന്ന് നമ്മൾ യൂട്യൂബിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ മെയിൻ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡീ ഫ്രഷ് കംപ്ലീറ്റ് നോൺ വെജ് സ്റ്റോറാണ്. ഇവിടെ നാടൻ മത്സ്യങ്ങൾ തൊട്ട് കടൽ മീനുകൾ, പിന്നെ ബാക്കി എന്താ പറയുക മീറ്റ്സ് ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും. അത് വളരെ ഹൈജീനിക്കായിട്ട് ക്ലീൻ ചെയ്ത് സപ്ലൈ ചെയ്യുന്നതാണ്. കോതമംഗലത്താണ്, കോതമംഗലം കോഴിപ്പള്ളി ബൈപ്പാസിലാണ് ഈ ഷോപ്പ് വരുന്നത്. ഡീ ഫ്രഷ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ എന്താണ് അകത്തുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് കയറി കാണാം. നമ്മുടെ ബ്രാൻഡ് ന്യൂ ഗോപ്രോ ഹീറോ 9. അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ യൂട്യൂബ് റവന്യൂ കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്ത ക്യാമറയാണ്. ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു കേസിലാണ് വരുന്നത് ഗോപ്രോയുടെ. അപ്പം ഹീറോ 8-ലേക്ക് വ്യത്യാസമായിട്ട് ഇങ്ങനത്തെ ഒരു കേസിൽ നല്ലൊരു അടിപൊളി കേസിലാണ് വരുന്നത്. അതിൻ്റെ അത് ഗോപ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. ഓൾറെഡി തുറന്നതാണ്, അൺബോക്സിങ് അല്ല. എന്നാലും ആ വണ്ടിയിൽ വന്ന ഒരു രീതി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. നമുക്കൊരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് മൗണ്ട് കാര്യങ്ങൾ, ഹെൽമെറ്റ് സ്ട്രാപ്പ് ചെയ്യാവുന്ന മൗണ്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫ്രണ്ട് സ്ക്രീനുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെങ്കിൽ കുറച്ച് വലിപ്പമുണ്ട്. 8-നെ അപേക്ഷിച്ച് കുറച്ച് വലിപ്പമുണ്ട്. അതിനുപരി ഇതിൻ്റെ ബാറ്ററി സൈസും 30% കുറച്ചുകൂടി സൈസായിട്ടുള്ളതാണ്. അപ്പം നമുക്കൊരു ഏകദേശം 30% ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടും 8-നെ അപേക്ഷിച്ച്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഇതേ 1750 mAh പവറുള്ള ബാറ്ററിയാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഇവിടെ തന്നെയാണ് മെമ്മറി കാർഡ് ഇടുന്നത്. ഇവിടെയാണ് 128-ൻ്റെ ഒരു മെമ്മറി കാർഡ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അതുകൂടാതെ ചാർജിങ് സോക്കറ്റ് ഈ വരുന്നതാണ്. അത് ഇത് തുറന്നാൽ, സ്ട്രിപ്പ് തുറന്നാൽ മാത്രമാണ് ചാർജിങ് സോക്കറ്റ് വർക്ക് ആവുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. ഓണാക്കി നോക്കാം. അതിൻ്റെ പവർ ബട്ടണാണ് ഈ കാണുന്നത്. ഓണായിട്ടുണ്ട്. 9 എന്ന് എഴുതി കാണിക്കും. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇതിൽ ഫ്രണ്ട് സ്ക്രീനുണ്ട്. ഫ്രണ്ട് സ്ക്രീൻ ഉള്ളതുകൊണ്ട് ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്കിത് ഇങ്ങനെ പിടിച്ച് നമ്മളെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. 8-നെ അപേക്ഷിച്ച് 9-ൽ വരുന്നൊരു പ്രത്യേക ഒരു സംഭവം എന്ന് വെച്ചാൽ ഫ്രണ്ട് സ്ക്രീൻ വരുന്നുണ്ടെന്നുള്ളതാണ്. കുറച്ച് നാളായി ഒരു ക്യാമറ എടുക്കണം എന്നുള്ളൊരു പ്ലാൻ. ഇപ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് വൈഡിൻ്റെ ഒരു സംഭവം മനസ്സിലായപ്പോൾ നമ്മൾ ബ്രാൻഡ് ന്യൂ ഗോപ്രോ ഹീറോ 9 തന്നെ മതി എന്ന് തീരുമാനിച്ചു. പിന്നെ ഈ ഒരു ക്യാമറ എടുക്കാൻ സഹായിച്ചത് നിങ്ങൾ മാത്രമാണ്. കാരണം ഗോപ്രോ എടുത്തതിൻ്റെ ഫുൾ എമൗണ്ട് എനിക്ക് യൂട്യൂബ് മണി കൊണ്ട് മാത്രം കിട്ടിയതാണ്. ക്യാമറ മൗണ്ടിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്, സെൽഫി സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സംഭവമെന്ന് കാണിക്കാം. ഇപ്പോൾ ഏത് ഇതിലിട്ടേക്കുന്നത്? ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു വ്യൂവിലാണ്. അപ്പോൾ എന്നെയും കാണാം, ഇതിലെനിക്ക് അവിടെയും കാണാം. അപ്പോൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ക്യാമറ കൊണ്ട് നമുക്ക് ഇത്ര എളുപ്പത്തിൽ ഷൂട്ടിങ്ങിൽ നടക്കില്ല. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ, ക്യാമറ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇനി തൊട്ട് നമുക്കിപ്പോ ഇനി കുറച്ച് മോട്ടോ വ്ളോഗിങ് എല്ലാം ചെയ്യാന്നുണ്ട്. അപ്പൊ നമുക്ക് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യാലോ.
അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്നുള്ളവരെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം വീഡിയോ എടുക്കുമ്പോൾ സ്റ്റെബിലൈസേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇതിൽ ഫ്രണ്ട് സ്ക്രീനിൽ കാണാം സ്റ്റാൻഡേർഡ് 180/60 ഫ്രെയിമിൽ വൈഡിലാണ് കിടക്കുന്നത്. എല്ലാ ഇൻഫർമേഷൻ ഫ്രണ്ടിൽ തന്നെ ഫ്രണ്ടിൽ സ്ക്രീനിലും കാണാം അല്ലേ? അതാ ഈ ഇതിലൊന്ന് കാണിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലായില്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ പിടുത്തമില്ല കേട്ടോ. ഇതുണ്ടോ, ഇതിനകത്ത് എല്ലാ ഇൻഫർമേഷനും ഇതുപോലെ കാണാൻ പറ്റും. ഇവനാണ് നമ്മുടെ പുലി. ഇവനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന 52,000 സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിയത്. ഈ ഒരു ഐഫോൺ കൊണ്ടാണ്. ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സൂപ്പർ വ്യൂ അല്ലേ? സൂപ്പർ വ്യൂ എന്ന് വെച്ചാൽ നല്ല കുറച്ചുകൂടിയും വൈഡായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ആദ്യം എടുത്തതിനേക്കാളും കുറച്ചുകൂടിയും വൈഡാണ്. നമുക്കിങ്ങനെ ചാടി പോയാൽ എന്താണ് കിടിലായിട്ട് കാണാം. അപ്പോൾ ചില മലയൊക്കെ ആണെങ്കിലും വ്യക്തമായിട്ടാണ്. അപ്പം ഞാനതിൻ്റെ അകത്ത് കുഞ്ഞിതായി പോയല്ലോ. യോ പൊളി, ഇതുകൊണ്ടൊരു തകർക്കും സംഭവം പൊളിച്ചോട്ടോ. അതൊക്കെ സൂപ്പർ വൈഡിൽ നമുക്ക് ഈ ഏരിയ പ്രദേശം മൊത്തം കാണാം. 1 ഏക്കർ സ്ഥലം ഉണ്ടല്ലോ ബാക്കിൽ. നോക്കാൻ പോകുന്ന ഇതിപ്പോൾ ലീനിയറിൽ ഹൊറിസോണ്ടൽ ലെവലിംഗ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഒരേ ടൈം ഈ വീഡിയോ കൂടെ കാണിക്കുമ്പോൾ ഏറെക്കുറെ മനസ്സിലാവും. എന്താ മെയിനായിട്ട് ഇത് 9-ലെ ഇത് 9-ൽ വന്ന പുതിയ ഫീച്ചറാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് ഒരു 45 ഡിഗ്രി വരെ ഇതിനെ ബാധിക്കില്ല. അതായത് സ്റ്റഡി ആയിട്ടിരിക്കും, വീഡിയോയിൽ ബാധിക്കില്ല. അതിപ്പോൾ ഈ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഫീച്ചർ. ഇപ്പോൾ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. ഇത് സ്കെഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ 9-ൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂർ മുന്നേ സാധനം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോട്ടോയും വീഡിയോ ഒക്കെ ക്യാപ്ചർ ആവാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തെങ്കിലും ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓണായിട്ട് ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയോ ചെയ്തോളും. നമുക്കൊരു ടൈം വാർപ്പ് കണ്ടു നോക്കാം. എൻ്റെ ഒരു പരീക്ഷണം. എൻ്റെ ഭാഗം ഒരു ടൈം വാർപ്പ്. ടൈം വാർപ്പ്. ഇതാണ് അതിൻ്റെ ഒരു ടൈം വാർപ്പ്. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് വീഡിയോയിൽ ഇനിയുള്ള പുതിയ വീഡിയോസിൽ അതൊക്കെ ഉപകാരപ്പെടുത്താം കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡ്രോൺ ഷോട്ടിൻ്റെ ഫീൽ കിട്ടുന്ന രീതിയിൽ ഇതിൻ്റെ അകത്ത് ഷോട്ട് എടുക്കാം. അതൊന്ന് കാണിച്ചു തരാം, നോക്കിക്കോ നിങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ഗോപ്രോയുടെ റേറ്റ് വരുന്നത്, ഗോപ്രോ ഹീറോ 9ൻ്റെ റേറ്റ് 45,000 ആണ് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിൽ ഇപ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് ഈ ഗോപ്രോയുടെ കൂടെ മെമ്മറി കാർഡോ അങ്ങനെ യാതൊരുവിധ ആക്സസറീസും കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊച്ചിയിലൊരു ഷോപ്പിൽ ഒരു ഓഫർ കണ്ടിട്ടാണ് എറണാകുളത്തിന് പോയത് തന്നെ. ഓഫർ ഇതാണ്, അതായത് 45,000 പ്ലസ് 1,500 എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-വേ ഗ്രിപ്പും അതുപോലെ തന്നെ 64 GB മെമ്മറി കാർഡും ഉണ്ടെന്നുള്ളൊരു ഓഫർ കണ്ടിട്ടാണ് ഞാൻ ഒരു ഷോപ്പിലോട്ട് പോയത്. പക്ഷേ ആ ഷോപ്പിൽ സ്റ്റോക്ക് ഗോപ്രോ തീർന്നു പോയായിരുന്നു. അതിനുശേഷം ഞാൻ ബി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ കൊച്ചിയിലൊരു ഷോപ്പിൽ പോയി ആണ് ഈ ക്യാമറ എടുത്തത്. ക്യാമറ ഒരു മെമ്മറി കാർഡ് കൂടെ മാത്രം എടുത്തത്, 128 മെമ്മറി കാർഡ്. അപ്പോൾ റേറ്റ് 45 ആണ് ഇപ്പോഴത്തെ റേറ്റ്. ചിലപ്പോൾ ഇനി കുറച്ച് ആളുകളും കഴിയുമ്പോൾ റേറ്റ് കാര്യങ്ങളെല്ലാം കുറയായിരിക്കും. നിങ്ങളോട് ഒരുപാട് നന്ദി പറയാനുള്ളത്, നിങ്ങൾ സഹായിച്ചതുകൊണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടും മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു സംഭവം വാങ്ങാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അത്യുഗ്രമായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിക്കാത്തവരുണ്ടെങ്കിൽ ബെല്ലൈക്കൻ അടിക്കുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. ട്രാവൽ ട്രെൻഡ്സ് വിത്ത് എബിൽ എന്നുള്ളതാണ് ഫേസ്ബുക്ക് പേജും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ. ഞാനൊരു ഇൻട്രോ പറയട്ടെ, അടങ്ങി വെക്കും.
അതാണ് ക്യാമറ. ക്യാമറ അത് ക്യാമറയാന്നേ. ക്യാമറ നിനക്ക് ഇഷ്ടമാണോ ക്യാമറ? ഒരു ഹായ് പറഞ്ഞാലേ, ഒരു ഹായ് പറഞ്ഞാലേ. ഹായ്. അയ്യോ എടി എടി നീ കടിക്കോടി എന്നെ കടിക്കോടി നിന്നെ. നിന്റെ ചെവി ഞാൻ ഫോട്ടോ ആക്കിയിട്ട് വേണം. സ്റ്റോപ്പ് റെക്കോർഡിംഗ്. ഗോപ്രോ സ്റ്റോപ്പ് റെക്കോർഡിംഗ്. ഗോപ്രോ സ്റ്റോപ്പ് റെക്കോർഡിംഗ്. ഗോപ്രോ സ്റ്റോപ്പ് റെക്കോർഡിംഗ്. ഇതിപ്പോൾ അത്യാവശ്യം ഞാനിങ്ങനെ നിൽക്കുന്നിട്ട് ഒന്ന് ഓടി കാണിക്കാം. മുണ്ട് മടക്കൻ ഇത് പിടിച്ചേ.